നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് എക്കാലത്തും വിലങ്ങുതടിയായി നിൽക്കുന്ന ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര ശക്തികളെ തുടച്ചുമാറ്റാൻ ഇസ്രായേൽ തുടങ്ങിയ ഒടുവിലത്തെ പോരാട്ടം 2 വർഷങ്ങളിലേക്ക് എത്തുകയാണ്. ഇതിനോടിടയ്ക്ക് ഗാസയിൽ മാത്രമല്ല, ലെബനോനിലും സിറിയയിലും ഇറാനിലും ഇറാഖിലും യമനിലും അടക്കം 6ഓളം പോർമുഖങ്ങൾ തുറന്ന ഇസ്രായേൽ എല്ലായിടത്തും തങ്ങളുടെ അജയ്യത ഉറപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ 2 ഘട്ടങ്ങളിലായി നടന്ന യുദ്ധത്തിന് ട്രംപിന്റെ നിർദ്ദേശങ്ങളെ തുടർന്ന് അവസാനമുണ്ടായപ്പോൾ ഗാസയിലും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നുവെങ്കിലും ഹമാസിനെ വേരോടെ അറുത്ത് മാറ്റിയിട്ടല്ലാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കത്തില്ലെന്ന് ഉറപ്പിച്ച ഇസ്രായേൽ എതിർത്ത് ഒന്നും പറയാനില്ലാതെ നിൽക്കുന്ന അമേരിക്കയെ പോലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അവസാനത്തെ ഹമാസ് തീവ്രവാദിയുടെയും കബറിടം ഉറപ്പാക്കിയിട്ട് ഗാസയെ ക്ലീനാക്കി ഏറ്റെടുക്കാനും അവിടുത്തെ ജനജീവിതത്തെ തിരികെ കൊണ്ടുവരാനുമുള്ള കൊട്ടിക്കലാശത്തിന് ഇസ്രായേൽ ഗിദയോന്റെ രഥം വീണ്ടും കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ആരംഭിച്ച ഓപ്പറേഷൻ ഗിദയോന്റെ 2ാം ഘട്ടമായ ഓപ്പറേഷൻ ഗിദയോൻ സെക്കൻഡ് എന്ന വിവിധ പദ്ധതികൾ അടങ്ങിയ നീക്കങ്ങൾക്കാണ് ഇസ്രായേൽ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഗാസയെ ഏറ്റെടുത്ത് പശ്ചിമേഷ്യയിലെ റിവേറിയ ആക്കി മാറ്റുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ എങ്ങുമെത്താതെ നിൽക്കുന്ന ഘട്ടത്തിൽ 5 മാസങ്ങൾ നീളുന്ന ഒരു പ്രൊജക്ട് മുന്നിൽ നിർത്തി ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്ക് ആണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. അതിന് സർമാത്മ പിന്തുണയുമായി ട്രംപ് പച്ചക്കൊടി കാട്ടിയേക്കുമെന്നുമുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇസ്രായേൽ ഇന്ന് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. IDF-ലെ ഉന്നത ജനറൽമാർ അതിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ആ നീക്കത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് കാര്യങ്ങൾ ശക്തമായി മുന്നോട്ട് നീങ്ങിയത്. കാരണമില്ലാതെ തങ്ങളെ ദ്രോഹിച്ച് തങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവശിഷ്ടങ്ങൾ പോലും ഇല്ലാതാക്കുവാനും ഇപ്പോഴും തടവിൽ തുടരുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുവാനുമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം തുടങ്ങിവെച്ചത്. ഗാസയിലെ ജനങ്ങളിൽ പകുതിയോളം പേരെ തെക്കോട്ട് മാറ്റി മാനുഷിക മേഖലയിലേക്ക് മാറ്റിക്കൊണ്ട് അതിൻ്റെ മധ്യ സ്ട്രിപ്പിൽ ക്യാമ്പുകൾ സ്ഥാപിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ തീരുമാനം. യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ജനങ്ങളിൽ ചിലരെ ഹമാസ് കൊല്ലുന്നത് കണ്ടപ്പോൾ നൈസർഗികമായ ആനന്ദങ്ങൾ ഗാസയിലെ ജനങ്ങൾക്ക് ഉണ്ടായിയെങ്കിലും ഇപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുതള്ളുന്ന ഭീകര സ്വത്വത്തിനായിരുന്നു തങ്ങൾ കൈയടിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഗാസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ കീഴിലുള്ള അവരുടെ ജീവിതം അടിമത്തവും നരകതുല്യവുമായി മാറിയിരിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ ഹമാസന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോകണമെന്ന് തന്നെയാണ്. ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേലിൽ നിന്ന് സഹായഹസ്തങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള അവരുടെ ദൃശ്യങ്ങളാണ് ഹമാസ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം എല്ലാ ഉഡായിപ്പ് വേലകളെയും പൊളിച്ച് ഹമാസിനെ പൂർണ്ണമായി തുടച്ചു മാറ്റിക്കൊണ്ട് ഇസ്രായേൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ രംഗത്ത് ഇറങ്ങുന്നതോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ. ഇതിനോടകം തന്നെ ഗാസ സ്ട്രിപ്പിലെ 1 ലക്ഷത്തോളം പോന്ന ആളുകളെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസ് നൽകുകയും മധ്യ ഗാസയിൽ ആശുപത്രികളും കുടിയിറക്കപ്പെടുന്നവർക്കുള്ള ക്യാമ്പുകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത ഇസ്രായേൽ തങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളായ ഹമാസിനെ ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള അന്തിമമായ സൈനിക നീക്കങ്ങൾക്കും ഗാസയെ പ്രേതങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തമാക്കി മനുഷ്യവാസമുള്ള ഇടമാക്കി മാറ്റുവാനുള്ള പദ്ധതികളാണ് അവരിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പലരും കരുതുന്നത് പോലെ ഇതൊരു അധിനിവേശ നീക്കമല്ല, മറിച്ച് വ്യക്തമായ ഒരു ഏറ്റെടുക്കലാണ് എന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയുടെ കൂടി സാമ്പത്തിക പാക്കേജുകളുടെ പിന്തുണ അതിന് ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹമാസിനേക്കാൾ ശക്തമായി കണക്കാക്കിയിരുന്ന ഹിസ്ബുള്ളകളെ തീർക്കാൻ ഇസ്രായേലിന് ചുരുക്കം ചില ആഴ്ചകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. എന്നിട്ടും ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്ത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ പേരും കൊമ്പും ശേഷിക്കാതെ ഹമാസിനെ ഇല്ലാതാക്കി ഗാസയിൽ അവർ നിർമ്മിച്ചിട്ടുള്ള എല്ലാ തുരങ്കങ്ങളും നിർമ്മിതികളും പൂർണ്ണമായി നശിപ്പിച്ച് ശാശ്വതമായ ഒരു സമാധാന അന്തരീക്ഷം അവിടെ കൊണ്ടുവരാനാണ് ഇസ്രായേൽ കരുക്കൾ നീക്കുന്നത്. നേതാക്കന്മാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഒതുങ്ങിയ ഹമാസ് മുന്നോട്ട് പോകുവാനുള്ള സമസ്ത മാർഗങ്ങളും അടഞ്ഞ് ഇല്ലാതായതോടെ ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് എന്നും എങ്ങനെയെങ്കിലും വെടിനിർത്തലിന് മനസ്സാകണമെന്നും മോങ്ങിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണിപ്പോൾ. വാസ്തവത്തിൽ സയണിസ്റ്റ് തിരിച്ചടിയുടെ കാഠിന്യം കൂടുന്നതിന് മുൻപേ ഇസ്രായേൽ ഹമാസിനോട് പറഞ്ഞതും അതുതന്നെയായിരുന്നു. എന്നാൽ ഹമാസ് തീവ്രവാദികളെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്കപ്പുറത്ത് ഈ കാലഘട്ടത്തിന്റെ കൂടി അനിവാര്യതയായിരിക്കുന്നതിനാൽ അവസാനത്തെ തീവ്രവാദി നേതാവിനെയും ഇല്ലാതാക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണോത്സുകമായി തുടരും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഹമാസ് എന്ന മാലിന്യങ്ങളെ ഗാസയുടെ മണ്ണിൽ നിന്ന് തൂത്തുകോരി കളയുന്നതിനൊപ്പം
പലസ്തീനിലെ നിരപരാധികളെ സംരക്ഷിച്ചുകൊണ്ട് ഗാസയെ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന വിശാലമായ പാക്കേജോടെ തകൃതിമായ നീക്കങ്ങളുടെ രണ്ടാം ഘട്ടമാണ് ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൻ സമീറും സൈന്യത്തിലെ മുതിർന്ന കമാൻഡ് ടീമും ചേർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് മുന്നിൽ അവതരിപ്പിച്ച ഗാസ സിറ്റി ഏറ്റെടുക്കൽ പദ്ധതിക്ക് അദ്ദേഹം പൂർണ്ണ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഗിദയോന്റെ രഥങ്ങൾ രണ്ടാം ഘട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ഈ അവസാനത്തെ ഓപ്പറേഷൻ ഇപ്പോൾ ഹമാസിന്റെ അവശേഷിക്കുന്ന തുരങ്കങ്ങളെ ധൂളിയാക്കി പറത്തിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ പ്രവർത്തന ആവശ്യങ്ങൾ വിജയകരമായി നിറവേറ്റുന്നതിന് ഇപ്പോൾ അവിടെ സേവനമനുഷ്ഠിക്കുന്ന 20,000 സൈനികർക്ക് പുറമെ ഏകദേശം 60,000 റിസർവ് സൈനികരെ അയക്കാനും IDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ ഈ അടുത്തയിടെ നടത്തിയ നീക്കങ്ങൾ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ആയുധങ്ങൾ താഴെ വെച്ചിട്ട് കീഴടങ്ങി മനുഷ്യരെ പോലെ മാന്യമായി ജീവിക്കാനുള്ള ഒരു ഫോർമുലയും അവർ മുന്നോട്ട് വെച്ചിരുന്നു. UN-ൽ അംഗങ്ങളായ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഇത്തരം നീക്കങ്ങളോട് ഒരു കാരണവശാലും ഇസ്രായേൽ സഹകരിക്കില്ലെന്ന കാര്യം ഉറപ്പായിരുന്നുവെങ്കിലും ആ നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് തടി രക്ഷിക്കാൻ ഹമാസിന് അവസരമുണ്ടായിരുന്നു. എന്നാൽ നീചന്മാർക്ക് ഗുണദോഷങ്ങൾ ഇഷ്ടപ്പെടാത്തതുപോലെ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഇസ്രായേലിന്റെ കൈകൊണ്ട് പെടുമരണം വാങ്ങിച്ചേ തീരൂ എന്ന് കണക്കാക്കി ഇറങ്ങിയവർ ആ സതുപദേശത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആ നീക്കങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടത്. എന്നാൽ ഇസ്രായേലിന്റെ അറ്റകൈ പ്രയോഗം മാരകമായിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഹമാസ് വീണ്ടും ഒരു വെടിനിർത്തലിന് കൂടി കെഞ്ചിയെങ്കിലും അതൊന്നും ഗൗനിക്കാതെ ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് മുന്നേറുകയാണിപ്പോൾ. വെടിനിർത്തൽ റിക്വസ്റ്റിന് മാധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ വെടിനിർത്തില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് സമ്മർദ്ദത്തിൽ ആണ് എന്നും ഗാസ പൂർണ്ണമായി പിടിക്കുമെന്നും നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. We don't want to govern it. We don't want to be there as a governing body. We want to hand it over to Arab forces that will govern it properly without threatening us and giving Gazans a good life. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് ഇസ്രായേലിന്റെ നീക്കം. ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിൽ സൈനിക നടപടി കൂടുതൽ ശക്തമാക്കും. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലാണ് ഹമാസ് ഇപ്പോഴും സജീവമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത്തരം പ്രദേശങ്ങളിലെ സൈനിക നീക്കം വെല്ലുവിളി നിറഞ്ഞതാണ്. ഗാസയുടെ തലസ്ഥാനം ഇപ്പോഴും ഹമാസിന്റെ കൈകളിലായിരിക്കുകയും നൂറുകണക്കിന് സൈനികരെ നഷ്ടപ്പെടുകയും 50 പേർ ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കപ്പെടുകയും ചെയ്തിട്ടും യുദ്ധത്തിനിടനീളം ഗാസ നഗരവും ഗാസയുടെ മറ്റു ഭാഗങ്ങളും നിയന്ത്രിക്കാനുള്ള പദവി ഹമാസിന്റെ കൈകളിൽ ഇരിക്കുകയും ഇസ്രായേലിന് കടുത്ത അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നതും ഇപ്പോൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ സൈനിക ഓപ്പറേഷനിലൂടെ അതെല്ലാം ക്ലീൻ ആക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ബന്ദികളെ രക്ഷിക്കണമെന്നും ഗാസയെ തച്ച് ഉടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ജൂത സമൂഹം നിരത്തിലിറങ്ങിയത്. ആ ഒരു പ്രതിഷേധവും പുതിയ സൈനിക നീക്കങ്ങൾ ശക്തമാകാൻ കാരണമായിട്ടുണ്ട്. ഇനിയും ഹമാസിന്റെ കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളെ അവർ പാർപ്പിച്ചിരിക്കുന്നത് ഗാസ സിറ്റിയിലുള്ള ഭൂഗർഭ അറകളിൽ ആണ് എന്നാണ് ഇസ്രായേലിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ബന്ദികളുടെ ജീവന് ഹാനി വരുത്താൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ഓപ്പറേഷനിൽ അതൊന്നും ഇസ്രായേൽ പരിഗണിക്കുന്നേയില്ല. തങ്ങളുടെ സഹോദരങ്ങൾ ജീവച്ചവങ്ങളായി സ്വയം കുഴിമാടമൊരുക്കി കാത്തിരിക്കുന്നതിനേക്കാൾ അവർ മരിക്കുന്നതാണെന്ന് പോലും ഇസ്രായേൽ ചിന്തിക്കുന്നുണ്ട്. അവർ രക്തസാക്ഷികളായി തീർന്നാലും വേണ്ടില്ല, ഇനിയും ഹമാസ് എന്ന നാമം പോലും ഭൂപരക്കിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചാണ് ഗിദയോന്റെ രഥങ്ങൾ ഗാസ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈജിപ്തിലെ ഒരു വമ്പൻ പട ഗാസ അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ മറ്റൊരു വലിയ ട്വിസ്റ്റായി മാറിയിരിക്കുന്നത്. 1979 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലുമായി ഈജിപ്റ്റ് ഉണ്ടാക്കിയ സമാധാന ഉടമ്പടികൾ ലംഘിച്ചുകൊണ്ടാണ് ഇരട്ടി സൈനികരെ രംഗത്തിറക്കി ഇപ്പോൾ ഈ സാഹസത്തിന് ഈജിപ്ഷ്യൻ പട ഇറങ്ങിയിരിക്കുന്നത്. ഗാസയിലെ കാര്യങ്ങൾ വളരെ ഗുരുതരമായതിനാലും ഇസ്രായേൽ 20 ലക്ഷം പോകുന്ന ഗാസൻ ജനതയെ സീനായിലേക്ക് നീക്കാൻ പദ്ധതി ഇടുന്നതിനാലും അതിനെ ഏതു വിധത്തിലും ചെറുക്കാനാണ് ഈ സൈനിക നീക്കമെന്ന ന്യായീകരണം ഈജിപ്ത് ഉയർത്തുന്നുണ്ട്. എങ്കിലും ഈജിപ്തിന്റെ എല്ലാത്തരം നീക്കങ്ങളെയും പ്രതീക്ഷിച്ചും അതിനെ പ്രതിരോധിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കിയും കാത്തിരിക്കുക തന്നെയാണ് ഇസ്രായേലും. ഈജിപ്തിലെ സീനായ് മരുഭൂമിയിൽ നിന്ന് റാഫ അതിർത്തി വഴിക്ക് മുന്നോട്ട് നീങ്ങിയാൽ നേരെ ചെന്നെത്തുന്നത് ഗാസയിലേക്കാണ്. തങ്ങളും ഖത്തറും ചേർന്ന് അവതരിപ്പിച്ച വെടിനിർത്തൽ ഫോർമുല ഹമാസ് അംഗീകരിച്ചിട്ടും ഇസ്രായേൽ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിലുള്ള അമർഷവും ഈജിപ്തിനുണ്ട്.
അതുകൊണ്ട് തന്നെ അതിശക്തമായ ജാഗ്രതാ നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാന്റെ ഭീഷണിയും ഇസ്രായേലിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇനിയും ഇസ്രായേൽ ആക്രമിച്ചാൽ പുതിയ തലമുറയുടെ മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ തിരിച്ച് ആക്രമിക്കുമെന്ന് അയത്തുള്ള ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവ് യഹ്യ റഹീം സഫാവിയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. മുൻപത്തെ യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ മാരകമായ ശേഷിയുള്ള മിസൈൽ തങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും അതെടുത്ത് പ്രയോഗിക്കുമെന്നുമാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസിർ സാദെ ഭീഷണി മുഴക്കുന്ന സാഹചര്യമുണ്ടായത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നിർദ്ദേശിച്ച നിബന്ധനകൾ പ്രകാരം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും കാര്യങ്ങൾ ഹമാസിന് എതിരായ നിർണായക ഘട്ടത്തിൽ ആയതിനാൽ ഒരു ബന്ദിയെപ്പോലും ഞങ്ങൾ ഉപേക്ഷിക്കില്ലെന്നും IDF വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതീവ പ്രാധാന്യമുള്ള ഈ അവസാനത്തെ സൈനിക നീക്കം ആധികാരിക വിജയത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇസ്രായേൽ. ഇതിനോടകം ഗാസയിലുള്ള 75% പ്രദേശങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഇനിയും ഇസ്രായേലിന് പ്രവേശിക്കാൻ കഴിയാത്ത ഗാസ സിറ്റിയിലേക്കുള്ള നീക്കങ്ങൾ ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും. എന്നാലും ഇസ്രായേൽ അത് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തോടെയുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ഘട്ടം ഘട്ടമായുള്ള ബന്ദിമോചനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഹമാസ് തടവറയിൽ പര്യവശേഷിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ വിട്ടുതന്നാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. അത് അംഗീകരിക്കാൻ ആകാത്ത ഹമാസ് വമ്പൻ നാശം തന്നെയാണ് വിളിച്ചു വരുത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഗിദയോൻ സെക്കൻഡ് പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന് അമേരിക്കയുടെ കനത്ത പിന്തുണയുണ്ടെന്ന് ഉറപ്പാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ പലർക്കും കാര്യമായി അവബോധമില്ലാത്തതുമായ ഒരു കേസാണ് EWS സംവരണം എന്നുള്ളത്. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന് വേണ്ട ഉദ്ധാരണങ്ങളും കൈത്താങ്ങലുകളും നൽകുവാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന സംവരണ സെക്ഷനാണ് EWS എന്നത്. വളരെ റയറായി മാത്രം ലഭിക്കുന്ന ഈ സംവരണത്തെക്കുറിച്ച് ചിലർ വളരെ തെറ്റിദ്ധാരണകൾ പരത്തുകയും അതിനെതിരെ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ചില മാധ്യമങ്ങൾ പ്രചണ്ഡമായി തന്നെ അതിനെതിരെ അണിനിരക്കുന്ന കാഴ്ചകളാണ് സമൂഹത്തിൽ ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ മാത്രം ഉള്ളവരും ഇന്ത്യൻ സമൂഹത്തിൽ അങ്ങേയറ്റം സാമ്പത്തിക ദുർബലരും സംവരണ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാതെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് 10% സംവരണം അംഗീകരിച്ചുകൊണ്ടാണ് സംവരണത്തിൽ പ്രാതിനിധ്യം ഇല്ലാത്തവരെ കൂടി പരിഗണിക്കുന്ന ഈ ബില്ല് പുറത്തിറങ്ങിയത്. ഈ ബില്ല് കേരളത്തിൽ നടപ്പാക്കിയതിനെതിരെ പലതരത്തിലുള്ള വിവാദങ്ങളാണ് ചില ആളുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അജ്ഞാതമായ ഈ സംവരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതിനും അതേക്കുറിച്ച് ക്രൈസ്തവ സമൂഹത്തിന് അവബോധം നൽകേണ്ടതിനുമാണ് ഷെക്കേന ഇപ്പോൾ ഈ വിഷയത്തെ അവധാനതയോടെ വിശകലനം ചെയ്യുന്നത്. EWSനെ കുറിച്ചുള്ള എല്ലാത്തരം സന്ദേഹങ്ങളെയും ദൂരീകരിക്കുന്ന വിശദീകരണമായിട്ടായിരുന്നു ഷെക്കേന അതേക്കുറിച്ച് നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകനായ താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരാശയം എന്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഒത്തിരി ഉണ്ട് എന്ന ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഈ സാമ്പത്തിക സംവരണം എന്ന ആശയം രൂപീകരിക്കപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഭരണഘടന രൂപീകരിക്കപ്പെട്ട് ആ വർഷത്തിനുള്ളിൽ ജാതി സംവരണം അവസാനിപ്പിക്കണമെന്നും പിന്നീട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംവരണം നൽകുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതായിരുന്നു ഭരണഘടന രൂപീകരണ കാലഘട്ടത്തിൽ നടന്നിരുന്ന പ്രധാനമായിട്ടുള്ള ചർച്ച. അപ്പോൾ എന്തുകൊണ്ടാണ് സാമൂഹിക സംവരണം 10 വർഷത്തിനുള്ളിൽ നിർത്തലാക്കണം എന്ന് ചർച്ച വന്നത്? കാരണം ഈ ഇന്ത്യയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ജാതീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ജാതീയമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഭാഗം എന്നാണ് ഐഡന്റിഫൈ ചെയ്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗമാണ്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തെ സാമൂഹിക പുരോഗതി ഉള്ളവരാക്കി തീർക്കാൻ ഒരു സംവരണം ആവശ്യമാണ് എന്നതായിരുന്നു ജാതി സംവരണം ആരംഭിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം. പക്ഷേ അത് 10 വർഷത്തിനുള്ളിൽ അവസാനിക്കുകയും പിന്നീട് ഇവിടെ ജാതീയമായിട്ടുള്ള ഉണ്ടാവുകയും ചെയ്യരുത് എന്നുള്ള ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണമാണ് ആ സംവരണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ EWS എന്ന് പറയുന്ന സംവരണം? അത് ഈ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംവരണമാണ്. കാരണം പണമില്ലാത്തവന് നന്നായിട്ട് പഠിക്കാനോ
നല്ല യൂണിവേഴ്സിറ്റികളിലേക്കോ അല്ലെങ്കിൽ എന്നാൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിരൂക്ഷമായിട്ടുണ്ട്. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം, കുറഞ്ഞ പക്ഷം ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോലും പതിനായിരക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇന്ന് കോച്ചിങ് സെന്ററുകളിൽ കൊടുക്കേണ്ട വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ നിലവിലുള്ളത്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി സാമൂഹികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വളർച്ചയെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സംവരണം 2019 NDA സർക്കാർ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. എന്താണ് ഈ സാമ്പത്തിക സംവരണം? അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്നാണ്, EWS. എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷന്റെ മലയാള തർജ്ജമ എന്ന് പറയുന്നത് സംവരണ ഇതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ജാതി സംവരണം ലഭിക്കാത്ത എല്ലാ വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട ഒരു സംവരണമായിട്ട് റിസർവേഷൻ മാറ്റപ്പെടുകയാണ്. അതൊരു ജാതി സംവരണമല്ല, മതമില്ലാത്തവനും ജാതിയില്ലാത്തവനും നിരീശ്വരവാദി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നവനും അനാഥനായിട്ടുള്ള വ്യക്തിക്കും ഒക്കെ അവകാശപ്പെട്ട ഒരു സംവരണമാണ് ഈ EWS സംവരണം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജുകളിലെയും ദന്തൽ കോളേജുകളിലെയും പ്രവേശന അലോട്ട്മെന്റിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുകയും അതിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തപ്പോഴാണ് ഗൗരവമുള്ള ചർച്ചയായി EWS മാറിയത്. അതിന് വഴിതെളിച്ചത് കോൺഗ്രസ് നേതാവും തൃത്താല MLA-യുമായിരുന്ന VT ബൽറാം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റായിരുന്നു. ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ ജനക്ഷേമപരമായി നടപ്പിലാക്കിയിട്ടുള്ള ഇത്തരം സംവരണങ്ങൾ ചില രാഷ്ട്രീയക്കാരെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അത്തരക്കാരുടെ പൊള്ളയായ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടും അതിന്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടുമായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ ആന്റണി ചമ്പക്കുളം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കിയത്. EWS സാക്ഷ്യപത്രം ലഭ്യമാകുന്നതിനും അത് സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ട കാര്യങ്ങളെ അത് ആളുകളെ താഴെത്തട്ടിലുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്നവർക്ക് അർഹതയുണ്ട്, അത് നിങ്ങൾ വാങ്ങിയെടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതുവരെ വേണ്ട പബ്ലിസിറ്റി ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയിട്ടില്ല. ഒന്നത്. രണ്ടാമത്, ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ കിട്ടും, കൃത്യമായിട്ട് കിട്ടുന്ന അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം സർക്കാരിന്റെ ഭരണവാർഷികങ്ങളൊക്കെ വലിയ മേളത്തോടുകൂടി നടത്തുമ്പം EWS എന്താണെന്ന് ഇവിടുത്തെ സാധാരണ അർഹതപ്പെട്ടവർക്ക് അറിയത്തില്ല. അപ്പൊ സർക്കാർ തലത്തിൽ ഇക്കാര്യത്തിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇതിനർഹമായ എല്ലാ വിഭാഗങ്ങളും ഇതിന് വേണ്ടുന്ന പബ്ലിസിറ്റി കൊടുക്കണമെന്നൊന്നേ. ഇനി ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആ കാര്യത്തിൽ എനിക്ക് എൻട്രൻസ് കമ്മീഷണറോട് ഒരു റിക്വസ്റ്റ് വയ്ക്കാനുള്ളത്, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് EWS വിഭാഗങ്ങൾ അന്യായമായി ഇക്കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പ്രസ്താവന നടത്തിയ ചാനലിനെതിരെയും പ്രസ്താവന നടത്തിയ രാഷ്ട്രീയ നേതാവിനെതിരെയും നടപടിയെടുക്കാൻ തയ്യാറാകണം എൻട്രൻസ് കമ്മീഷണർ. കാരണം എൻട്രൻസ് കമ്മീഷണറുടെ ഡിഗ്നിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. പലരും ഇത് കേട്ടിട്ട് ഇത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. ഇത് വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ താഴെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ എഴുതിയിരിക്കുന്ന പലരുടെയും വിചാരം ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് പൊതുസമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന ദോഷം അല്ലെ തെറ്റിദ്ധാരണ എത്രയേറെയാണ്. ഇത് എൻട്രൻസ് കമ്മീഷണറുടെ അല്ലെ കമ്മീഷണറേറ്റിന്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ചാനലിനെതിരെയും അതുപോലെ തന്നെ ഈ വ്യക്തിക്കെതിരെയും വേണ്ട നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, EWS കുറച്ചുകൂടി പൊതുജനങ്ങൾക്ക് അല്ലെ സാധാരണക്കാർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണരഹിത വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ 2-3 കാര്യങ്ങൾ ചെയ്യണം. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലെ പ്രായത്തിന്റെ ഇളവ് അനുവദിക്കണം. അതുപോലെ തന്നെ വീടിന്റെ വിസ്തൃതി, താമസിക്കുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി എന്ന മാനദണ്ഡങ്ങൾ മാറ്റണം. ഈ പ്രധാന മാനദണ്ഡങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ കേരളത്തിൽ നിന്ന് കേന്ദ്ര സർവീസിലേക്കും കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ആളുകൾ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇതൊന്നും മനസ്സിലാകാത്തത്? നമ്മുടെ സർക്കാരിന് എന്താ ഇത് മനസ്സിലാകാത്തത്? കേരളത്തിന്റെ പ്രതിനിധികളായിട്ട് ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണേലും കേന്ദ്ര സർക്കാരിൽ ജോലിക്ക് വരട്ടെ, അത് നമ്മുടെ പ്രാതിനിധ്യമല്ലേ കൂട്ടുന്നത് കേരളത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ. പണ്ട് കാലത്ത് കേരളത്തിൽ നിന്ന് IAS IPS IFS എണ്ണം കൂടുതലുണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. എന്താണ് ഇതിന്റെ കാരണങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ
അന്ന് കേരളത്തിന് ആവശ്യമുള്ളതൊക്കെ നേടിയെടുത്ത ഒരു കാലഘട്ടമായിരുന്നു, ഇല്ലേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ വേണ്ട സമ്മർദ്ദം ചെലുത്തുമ്പോൾ കേരളത്തിന് വേണ്ടുന്നത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഈ സാക്ഷ്യപത്രങ്ങൾ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കണം, അല്ലെ അവരെ ബോധ്യപ്പെടുത്തണം, അർഹതപ്പെട്ട എല്ലാവർക്കും ഇത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന്. കാരണം അങ്ങനെ കിട്ടാത്തത് കൊണ്ട് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര് EWS ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ പല ഉന്നത വ്യക്തികളും, അല്ലെ, സാമ്പത്തികമായി കേരളത്തിലെ ആളുകളെക്കാളും ഉയർന്ന തലത്തിലുള്ള ആളുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ ആനുകൂല്യം നേടിയെടുക്കുമ്പോൾ കേരളത്തിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സാധാരണക്കാർ, സാമുദായികമായി മുന്നോക്കമെന്ന് നേരത്തെ ഇവർ പറഞ്ഞതുപോലെ സാമുദായികമായി മുന്നോക്കത്തിൽ ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവന് യാതൊന്നിനും അർഹതയില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ മാറ്റാൻ എൻട്രൻസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. നാടിന്റെ വികസനവും രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഭരണകൂടത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഒക്കെ പിടിപ്പുകേടുകളും ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിച്ചിരുന്ന മഹത്തായ ജനാധിപത്യ കാലങ്ങൾ നമുക്കിടയിൽ അന്യം നിന്ന് പോയിരിക്കുകയാണ്. ചെങ്കോലും കിരീടവുമായി കനകസിംഹാസനത്തിൽ അമർന്നിരുന്ന് അധികാരത്തിന്റെ സുഖം ആസ്വദിക്കാനും ജാതിക്കാട് ഇറക്കി കളിക്കണമെന്നും സാമുദായികമായ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്നും ചിന്തിക്കുന്നവരാണ് രാഷ്ട്രീയക്കാരിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ ആനുകൂല്യ വിതരണങ്ങളെ പോലും വികലമാക്കി അനീതിയുടെ വക്രദൃഷ്ടി കൊണ്ട് കണ്ട് അവതരിപ്പിക്കാനാണ് അവരെല്ലാം ആഗ്രഹിച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിറിയക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. കൃത്യമായി ഒരു രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു തരംതിരിക്കലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, വേടൻ പോലെയുള്ള ഒരു വ്യക്തി അവിടെ പാട്ട് പാടാനായിട്ട് വന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ അവിടെ വലിയൊരു ാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉണർത്തിവിട്ടത്. എല്ലാവരുടെയും ഈ വേടന്റെ പോസ്റ്റ് എല്ലാം ഒരു ജാതിചിന്ത ഉണർത്തുന്ന പോസ്റ്റുകളായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭജനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊട്ടാകെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഇനി ഈ ഇതുപോലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് അവിടെ ഒരു മുന്നോക്കക്കാരാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ക്രിസ്ത്യാനികളുടെ തന്നെ അതേ സ്റ്റാറ്റസ് ഉള്ള ഒരു വിഭാഗം തന്നെയല്ലേ മുസ്ലിങ്ങൾ. അതായത് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് മാപ്പിളമായിരുന്നു. മാപ്പിള വിഭാഗത്തിൽ ഇവർ ശരി പറഞ്ഞ ക്ലാസ് മാപ്പിളയാണ്. ഈ മാപ്പിള ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒന്നായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ 12% മാപ്പിള സംവരണത്തിൽ ഈ ക്രിസ്ത്യാനികളെ അങ്ങ് ഉൾപ്പെടുത്തുക. അപ്പൊ പിന്നെ ഈ മുന്നോക്ക ക്രിസ്ത്യാനി എന്നുള്ള വിളി വേണ്ട, ഞങ്ങൾക്ക് മുന്നോക്ക വിളി തന്നെ പോകട്ടെ. ആ രീതിയിലേക്ക് 12%ത്തിലേക്ക് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ VT ബൽറാമിനെ പോലുള്ളവര് ഒന്ന് നേതൃത്വം എടുത്ത് ചെയ്തു തരികയായിരുന്നെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരുന്നു. അല്ലെങ്കിൽ നാളെയും ഇതുപോലെയുള്ള ഈ വിളികൾ കേൾക്കേണ്ട, മാത്രമല്ല ഈ സമൂഹത്തിന് അല്പം നീതിയും കൂടെ കിട്ടിയാനെ, ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു നീതിയും കൂടെ ലഭിച്ചാനെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ OBC സംവരണം അല്ലെങ്കിൽ എന്താണ് EWS സംവരണത്തിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടും അതിന്റെ ക്രൈറ്റീരിയ വ്യത്യാസമാണ്. EWS നമുക്കറിയാം, ഇതിന് അച്ഛൻ നേരം സൂചിപ്പിച്ചു, 2.5 ഏക്കറിന്റെ ക്രൈറ്റീരിയ, 4 ലക്ഷത്തിന്റെ ക്രൈറ്റീരിയ. ഇത് കൂടാതെ 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഭൂമി വീടുള്ളവന് EWS കിട്ടത്തില്ല, അല്ലെങ്കിൽ 6 സെന്റ് ഭൂമിയിൽ വീടുള്ളവന് EWS കിട്ടാത്ത ഒരു എന്താ പറയാ ക്രൈറ്റീരിയ ആണ് EWS കൊണ്ട് വെച്ചിരിക്കുക. എന്നാൽ അതേസമയം OBC കാറ്റഗറിയിലെ ക്രൈറ്റീരിയ എന്താണ്? 8 ലക്ഷം രൂപ വാർഷിക വരുമാനം എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീമി ലെയർ പരിധി പോലെ OBCക്ക് ഉള്ളൂ. കഴിഞ്ഞ ഈ 2019 EWS കമ്മീഷന്റെ സിറ്റിംഗ് നടന്ന സമയത്ത് സർക്കാരിൽ നിന്ന് വന്ന, ധനകാര്യ വകുപ്പിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പരാമർശിച്ച കാര്യം ഇതാണ്: OBC സംവരണം പറ്റുന്നതില് 1,15,00,000 രൂപ വാർഷിക വരുമാനം ഉള്ളവരുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം. 1,15,00,000 രൂപ വരുമാനം ഉള്ളവർക്ക് പോലും OBC സംവരണം കിട്ടും. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ OBC സംവരണത്തിന് വരുമാനം നിർണ്ണയിക്കുന്നത് ഈ കാർഷിക വരുമാനം അങ്ങനെയുള്ള വരുമാനമൊന്നും അല്ല. പകരം ഇവരുടെ കൃത്യമായ രീതിയിലേക്ക് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ രീതിയിൽ കൃത്യമായിട്ടൊരു വരുമാനം അതിനകത്തുണ്ട്. ആ വരുമാനമാണ് ഇവിടെ പരിഗണിക്കുക 8 ലക്ഷത്തില്. അല്ലാതെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്നവരുടെ വരുമാനമോ മറ്റു മേഖലയിൽ നിന്ന് വരുന്ന വരുമാനമോ ഒന്നും ഇവരുടെ വാർഷിക വരുമാനമായിട്ട് ഇതിനകത്ത് ഡയറക്റ്റ്ലി കയറി വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 1 കോടി രൂപയ്ക്ക് മേലുള്ളവർ പോലും OBC സംവരണം നേടുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ 4 സെന്റ് സ്ഥലത്ത് വീട് മാത്രം ഉള്ളവന് ഈ EWSൽ കയറാതെ അവിടെ ഓപ്പൺ കാറ്റഗറിയിൽ മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇവിടെ ജനസംഖ്യാനുപാതികമായിട്ടാണ് സംവരണം കൊടുക്കേണ്ടത് VT ബൽറാമിനെ പോലുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ, അങ്ങനെ അനുപാതികമായിട്ട് സംവരണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് വാദിക്കാത്തത്? അവിടെ അത് മാത്രം അനീതിയായി മാറുന്നത് എന്തുകൊണ്ടാണ്?
ഇത്തരത്തിലുള്ള ചിന്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ന്യായം പോലും ഇല്ലാത്ത ചിന്തകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ കോൺഗ്രസ്സുകാരെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒന്ന് വായിക്കണം. അതായത് അന്ന് ഈ ഭരണഘടന എന്ന് ഉറക്കെ വിളിക്കുകയും ഈ പുസ്തകം എടുത്ത് പൊക്കിപ്പിടിക്കുകയും ചെയ്യുന്നവര് അന്ന് ഈ ഭരണഘടന ഉണ്ടാക്കാൻ നടന്ന ചർച്ചകളൊന്ന് വായിക്കാനായിട്ട് ഇവർ തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭരണഘടനാ അസംബ്ലിയുടെ ഡിബേറ്റ്സിലെ ചർച്ചകൾക്കകത്ത് പ്രത്യേകമായിട്ടും അവിടെയുള്ള പ്രമുഖരായിട്ടുള്ള നമ്മുടെ അംബേദ്കർ ആകട്ടെ, സർദാർ വല്ലഭായ് പട്ടേൽ ആകട്ടെ, മാത്രമല്ല ഇവിടെ ക്രിസ്ത്യൻ ഡിനോമിനേഷനായ നമ്മുടെ ജെറോം ഡിസൂസ എന്ന് പറയുന്ന അച്ഛനുണ്ട്. ഇവരൊക്കെ അവിടെ സംസാരിച്ച വാക്കുകൾക്ക് ഒരല്പം വിലയെങ്കിലും കൊടുക്കണം. ജാതീയമായിട്ടോ മതപരമായിട്ടോ രാജ്യത്തെ വിഭജിച്ച് അവിടെ ഡിവിഷൻ ഉണ്ടാക്കി ആൾക്കാരുടെ ഇടയിൽ കലഹം ഉണ്ടാക്കരുത് എന്നാണ് അതിനകത്ത് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഇതുപോലുള്ള വിവേചനങ്ങളെ അവസാനിപ്പിക്കണമെന്നാണ് അതിനകത്ത് ചർച്ചയ്ക്കകത്ത് പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് 10 വർഷത്തേക്ക് മാത്രമായിട്ട് ഒരു വിഭജനം വരുന്ന ഈ ചെറിയൊരു ജാതി സംവരണം പോലും 10 വർഷത്തേക്ക് മാത്രമായിട്ട് പരിമിതിപ്പെടുത്തുകയും ബാക്കിയുള്ള ന്യൂനപക്ഷ മതസംവരണമൊക്കെ ന്യൂനപക്ഷ അവകാശങ്ങളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംവരണമൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വന്നത്. അപ്പൊ ഇവിടെ വിഭജനം ഉണ്ടാകരുത് എന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവിടെ മുറവിളി കൂട്ടിയ ഈ പഴയ പൂർവിക തലമുറയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു നവലിബറൽ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വരുന്ന നേതാക്കൾ ഇവിടെ വിഭജനത്തിന് വേണ്ടി ഇവിടെ എന്താ പറയുക മുറവിളി കൂട്ടുന്ന ആള് നമ്മൾ കാണുന്ന വിരോധാഭാസം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നമനം ഇടതരോ വലതരോ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം മുൻപ് പല കാര്യങ്ങളിലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആനുകൂല്യങ്ങൾ അവകാശമാണ്, അത് ഒരുത്തരുടെയും ഔദാര്യമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ആരംഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുകയുള്ളൂ. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.